നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ആ ഫങ്ഷൻസിനെ കോൾ ചെയ്യാം, എന്താണ് അതിൻ്റെ പ്രോട്ടോടൈപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ എന്താണ് ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്നുള്ളത് നമുക്കറിയാം. അതായത് ആ ഫംഗ്ഷന് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ ഡാറ്റയാണ് നമ്മൾ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻ ഹെഡറിൽ ഉപയോഗിക്കും, അതുപോലെ തന്നെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പലയിടത്തായിട്ട് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിക്കുന്നു. ഈ ആർഗ്യുമെൻറ്റുകളെ നമ്മൾ പല പേരിലാണ് വിളിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മെയിനായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്, ഫോർമൽ ആർഗ്യുമെൻറ്റ്സും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഹെഡറിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റ്സിനെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദ വേരിയബിൾസ് യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആസ് ആർഗ്യുമെൻറ്റ്സ് ആർ നോൺ ആസ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ദ കോൺസ്റ്റൻറ്റ്സ്, വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻസ് യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ കോൾ ആർ നോൺ ആസ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. അതായത് മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ആ ഫംഗ്ഷന് കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റ് അത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കാം, ഒരു വേരിയബിൾ അല്ലെങ്കിൽ എക്സ്പ്രഷനോ ആയിരിക്കാം. അതിനെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, അതിൽ സാധാരണ നമ്മൾ വേരിയബിളുകൾ ഉപയോഗിക്കാറില്ല, ഡാറ്റ ടൈപ്പ് മാത്രമാണ് കൊടുക്കാറുള്ളൂ. പക്ഷേ നമ്മളവിടെ വേരിയബിൾ ഉപയോഗിക്കുകയാണെങ്കിലും തെറ്റില്ല. അഥവാ നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ വേരിയബിൾ കൊടുക്കുകയാണെങ്കിൽ ആ വേരിയബിളുകളെ നമ്മൾ ഡമ്മി ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഇത് കൂടുതൽ മനസ്സിലാക്കാനായിട്ടൊരു എക്സാമ്പിൾ ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. ഈ സാമ്പിൾ പ്രോഗ്രാമിൽ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ കോള്, ഫാക്ട് ഓഫ് എൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫാക്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ കോളിൽ, മെയിൻ ഫംഗ്ഷനിൽ ഈ ഫംഗ്ഷൻ കോളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ എൻ, അതുപോലെ തന്നെ ആർ, n-r, ഇതിനെയൊക്കെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഫംഗ്ഷൻ കോളിലുള്ള ആർഗ്യുമെൻറ്റ്സ്. ഇനി ഫംഗ്ഷൻ ഹെഡറിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റ്, ഇതിനെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ എൻ, ആർ, അതുപോലെ തന്നെ n-r, ഇത് മൂന്നുമാണ്. ഇവിടുത്തെ ഫോർമൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എൻ ആണ്. ഇവിടെ നമ്മൾ പ്രോട്ടോടൈപ്പിൽ വേരിയബിളുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഡമ്മി ആർഗ്യുമെൻ്റ് ആകും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് NCR എന്നുള്ളതാണ്. ഈ NCR എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. ഇത് കണ്ടുപിടിക്കുന്നത്, NCR കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-r ഫാക്ടോറിയൽ എന്നുള്ളതാണ്. ഇതാണ് നമ്പറിൻ്റെ ഈ NCR എന്നുള്ളതിൻ്റെ ഫോർമുല. ഇനി ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇപ്പോൾ 3 ഫാക്ടോറിയൽ എന്നാണെന്നുണ്ടെങ്കിൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1, അപ്പോൾ ആ നമ്പർ തൊട്ട് താഴെ 1 വരെയുള്ള എല്ലാ നമ്പേഴ്സിനെയും കൂടി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനായിട്ട് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആദ്യം നമ്മുടെ ഹെഡർ ഫയൽ ഉണ്ട്, അതിന് ശേഷം നമ്മുടെ നെയിം സ്പേസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉണ്ട്, ഇൻറ്റ് ഫാക്ട് ഇൻറ്റ്. നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് ഫാക്ട് എന്നാണ്. അതിലേക്ക് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, ഒരു ഇൻറ്റിജർ ടൈപ്പ് ആർഗ്യുമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് റിട്ടേൺ ചെയ്യുന്നതൊരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിന് ശേഷം നമ്മുടെ മെയിൻ ഫംഗ്ഷൻ വന്നു, അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വന്നു. അപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ നമുക്ക് നോക്കാം, അവിടെ 3 ഇൻറ്റിജർ വേരിയബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്, n, r, ncr, അങ്ങനെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം യൂസറിനോട് n-ൻ്റെയും r-ൻ്റെയും വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറയുകയാണ് NCR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് രണ്ടും അവിടെ യൂസർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം NCR കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാണ്. അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരുന്ന ഈ ഫോർമുല അവിടെ അപ്ലൈ ചെയ്യുകയാണ്. അതാണ് ഇവിടെ ഈ കാണിച്ചേക്കുന്നത്.
NCR is equal to factorial of n factorial divided by r factorial into n minus r factorial ആണ്. അതിവിടെ ഒരു ബ്രാക്കറ്റിലാക്കി കൊടുത്തു. ഫാക്ടോറിയൽ ഓഫ് ആർ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് ആർ. അപ്പോൾ ഇവിടെ ഈ ഫാക്ട് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫാക്ട് ഓഫ് n എന്ന് പറയുമ്പോൾ ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ കോളാകും. അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് n ആയിരിക്കും. ദെൻ അവിടെ നിന്നൊരു വാല്യൂ റിട്ടേൺ ചെയ്യും. ആ ഫാക്ടോറിയൽ കണ്ടുപിടിച്ച വാല്യൂ, ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ വാല്യൂ എത്രയാണോ അത് റിട്ടേൺ ചെയ്ത് കിട്ടും. ദെൻ അടുത്തിവിടെ ഫാക്ട് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ വീണ്ടും ആ ഫംഗ്ഷനിലേക്ക് പോകും. അവിടെ ഇൻപുട്ടായിട്ട് പോകുന്നത് ആർ എന്നുള്ള വാല്യൂ ആയിരിക്കും. ആർ എന്നുള്ള നമ്പറിന് ഫാക്ടോറിയൽ കണ്ടുപിടിച്ച് തിരിച്ച് റിട്ടേൺ ചെയ്യും. ദെൻ ഇവിടെ ഫാക്ട് ഓഫ് n മൈനസ് ആർ എന്ന് പറയുമ്പോൾ n മൈനസ് ആർ എത്രയാണോ അത് അങ്ങോട്ട് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ തിരിച്ചിങ്ങോട്ട് റിട്ടേൺ ചെയ്ത് കിട്ടുന്നു. ഈ രീതിയിൽ NCRൻ്റെ വാല്യൂ കണ്ടുപിടിക്കും, അതവിടെ പ്രിൻറ്റ് ചെയ്യും. ഇനി ഈ ഫാക്ട് എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇൻ്റ് ആണ്, ഫാക്ട് എന്നുള്ളതാണ് അതിൻ്റെ പേര്. അവിടെ ഒരു ഇൻപുട്ട്, ഒരു ഇൻറ്റിജർ നമ്പറാണ് അവിടെ എടുക്കുന്നത്. അത് ഇവിടെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്തെടുക്കുന്ന വാല്യൂ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ഇനി എങ്ങനെയാണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 3 ആണ്, 3യുടെ ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കേണ്ടത്. 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 ഇൻറ്റു 1, ഇതിനെയാണ് നമ്മൾ അതിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ നമ്പർ തൊട്ട് അതിൽ നിന്ന് ഓരോന്ന് കുറച്ച് ആ ഓരോ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇവിടെ നമ്മളൊരു ഫോർ ലൂപ്പിൽ ചെയ്തിരിക്കുന്നത്. ഇതിനൊരു സ്റ്റാർട്ടിങ് വാല്യൂവിന് വേണ്ടിയിട്ട് എഫ് എന്നുള്ളൊരു വേരിയബിൾ എടുത്തു, അതിൻ്റെ വാല്യൂ 1 ആയിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് n>0, അതായത് ഇവിടെ നമ്മൾ ഇൻപുട്ടായിട്ട് കിട്ടിയ നമ്പർ >0. അത് 0 വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 വരെ എടുത്താൽ മതി. അതുകൊണ്ടാണ് ഈ രീതിയിൽ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം n-, ഓരോ തവണയും നമ്പർ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 1 കുറയ്ക്കണം. ആദ്യം 3, അതിനുശേഷം 2 എടുക്കണം, അതിനുശേഷം 1 എടുക്കണം. അങ്ങനെ കുറഞ്ഞ് വരേണ്ടത് കൊണ്ടാണ് n-, എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ബോഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത് f = f × n. ഞാൻ 3 ആണ് എനിക്ക് ഇൻപുട്ട് ചെയ്ത് വരുന്നതെങ്കിൽ ഫോർ ലൂപ്പിൽ കയറുന്നു, അവിടെ എഫിൻ്റെ വാല്യൂ 1 ആയിട്ട് വരുന്നു. 3 > 0 ട്രൂ ആണ്, ഇതിനകത്തേക്ക് വരുന്നു, ബോഡി ഓഫ് ദി ലൂപ്പിൽ വരുന്നു. അപ്പോൾ ഇവിടെ 1 × 3 എന്ന് വരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് പോയിട്ട് n-ൻ്റെ വാല്യൂ 2 ആകുന്നു. വീണ്ടും ഇതിനകത്തേക്ക് വരുന്നു. അപ്പോൾ പഴയ അവിടെ കിടക്കുന്ന വാല്യൂ 3 ആണ് എഫിൻ്റെ. 3 × ഇപ്പോഴത്തെ വാല്യൂ 2 എന്ന് വരുന്നു. വീണ്ടും n-ൻ്റെ വാല്യൂ കുറയുന്നു, 1 ആകുന്നു, ഇങ്ങോട്ട് വീണ്ടും വരുന്നു. അപ്പോൾ 3 × 2 × 1 ആ സംഖ്യ അവിടെ ഉണ്ടാവും. വീണ്ടും ഇങ്ങോട്ട് വരും, 1-ൻ്റെ വാല്യൂ വീണ്ടും കുറഞ്ഞ് 0 ആകും. ഈ കണ്ടീഷൻ വരുമ്പോൾ ഫോൾസ് ആകും, ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആ ലൂപ്പിൽ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ആ കിട്ടിയ ഫാക്ടോറിയൽ, ഇവിടെ കണ്ടുപിടിച്ച ഫാക്ടോറിയൽ തിരിച്ച് നമ്മുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ എഫ്, അതൊരു ഇൻറ്റിജർ നമ്പർ ആയിരിക്കും ആ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന ഈ വേരിയബിളിൻ്റെ വാല്യൂ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഈ ഒരു ഡാറ്റ ടൈപ്പ്, അതിൻ്റെ ഈ 2 ഡാറ്റ ടൈപ്പുകളും സെയിം ആയിരിക്കും. റിട്ടേൺ ചെയ്യുന്ന ആ ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ ടൈപ്പും ഈ ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പും സെയിം ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണത്. അപ്പോൾ ഇത്തരത്തിൽ സിമ്പിളായിട്ട് ഇതിനകത്ത് വെച്ച് ഓരോ നമ്പറിൻ്റെയും ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആദ്യം ഫാക്ട് ഓഫ് n എന്നുള്ള ഫംഗ്ഷൻ കോൾ വരുമ്പോൾ n ഇപ്പോൾ എത്രയാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്, ആ n ഇവിടെ കിട്ടുന്നു. അതിൻ്റെ ഫാക്ടോറിയൽ ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു, തിരിച്ച് റിട്ടേൺ ചെയ്ത് ആ വാല്യൂ ഇവിടെ കിട്ടുന്നു. അതിനുശേഷം ഫാക്ട് ഓഫ് r എന്നുള്ള ഫംഗ്ഷൻ കോൾ വരുമ്പോൾ വീണ്ടും കൺട്രോൾ ഇങ്ങോട്ട് വരുന്നു. r-ൽ കിടക്കുന്ന വാല്യൂ എന്താണോ അത് n-ലേക്ക് വരുന്നു. ഇവിടെ വീണ്ടും ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നു, തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു, ആ വാല്യൂ ഇങ്ങോട്ട് വരുന്നു. അതിനുശേഷം n-r എത്രയാണോ ആ വാല്യൂ ഈ n-ലേക്ക് കൺട്രോൾ ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വെച്ച് അതിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നു, തിരിച്ചിങ്ങോട്ട് ചെല്ലുന്നു. അതിനുശേഷം ഈ NCR ഇതുപോലെ കണ്ടുപിടിക്കുന്നു, ദെൻ അത് പ്രിൻ്റ് ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫംഗ്ഷനെ തന്നെ 3 തവണ നമ്മൾ കോൾ ചെയ്യുന്നു. അത് ഓരോ തവണയും ഡിഫറെൻറ്റ് വാല്യൂസ് വെച്ചിട്ടാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ആ ഒരു സെക്ഷനിലുള്ളത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻസ് വിത്ത് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഈ എക്സാമ്പിൾ ഒന്ന് നോക്കുക. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം അതിനെ സെക്കൻഡ് ആക്കാനായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
നമ്മൾ കൊടുക്കുന്നത് മൊത്തം എത്ര സെക്കൻഡ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ അവറിന് വേണ്ടിയിട്ട് h എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ മിനിറ്റ് ഈക്വൽ ടു 0. ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ തന്നെ ഒരു ആർഗ്യുമെൻറ്റിന് അവിടെ വാല്യൂ കൊടുത്തേക്കാണ്, ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തേക്കാണ്. സാറ് നമ്മൾ കൊടുക്കുമ്പോൾ ഇൻഡ് h അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കൊടുക്കാറ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കൊടുക്കുമ്പോൾ തന്നെ അതിനൊരു ഇനിഷ്യലൈസ് ചെയ്ത് വാല്യൂ കൂടെ കൊടുത്തേക്കാണ്. ഇൻഡ് m ഈക്വൽ ടു 0, അതുപോലെ തന്നെ ഇൻഡ് s ഈക്വൽ ടു 0. ഇത് മിനിറ്റിന് വേണ്ടിയിട്ട്, ഇത് സെക്കൻഡിന് വേണ്ടിയിട്ടുള്ള വേരിയബിളാണ്. ഇത് രണ്ടും 0 ആയിട്ട് അവിടെ തന്നെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇനി ഫംഗ്ഷൻ ബോഡിക്കകത്ത് സെക്കൻഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ സെക്കൻഡ് അവിടെ റിട്ടേൺ ചെയ്യുന്നു. ഇത്രയാണ് അതിനകത്തുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആർഗ്യുമെൻറ്റിന് നമ്മൾ ഒരു ഇനിഷ്യലൈസ് ചെയ്ത് വാല്യൂ കൊടുത്തു, ഒരു ഡിഫോൾട്ട് വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ നേരത്ത് പല രീതിയിൽ എനിക്ക് കോൾ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് ടൈംസെക് 2,10,40 എന്ന് വരും. അപ്പോൾ 2 എന്ന് പറയുന്നത് എച്ചിലേക്ക് പോകും, ഇവിടെ 10 എന്ന് പറയുന്നത് എമ്മിലേക്ക് പോകും, 40 എന്ന് പറയുന്നത് എസ്സിലേക്ക് പോകും. ഇവിടെ ഡിഫോൾട്ട് വാല്യൂ ഉണ്ടെങ്കിലും ഇവിടുന്ന് നമ്മൾ വാല്യൂ വെച്ച് കോൾ ചെയ്യുമ്പോൾ ഇത് ഓവർ റൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓവർ റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ 10 ആയിരിക്കും എമ്മിലേക്ക് വരുന്നത്, ഈ 0 ആയിരിക്കില്ല. ഇനി ഇപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ രീതിയിലാണ് കോൾ ചെയ്യുന്നത്. ടൈംസെക് 1,30 എന്നാണ് ഞാൻ കോൾ ചെയ്യുന്നതെങ്കിൽ 1 എന്നുള്ളത് എച്ചിലേക്ക് പോകും, 30 എന്നുള്ളത് എമ്മിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടും. എസ്സിൻ്റെ ഇവിടെ ഡിഫോൾട്ട് വാല്യൂ എന്താണോ നമ്മൾ കൊടുത്തേക്കുന്നത് അതായിരിക്കും അവിടെ എടുക്കുന്നത്. അതായത് എസ്സിൻ്റെ വാല്യൂ 0 ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യും, ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. ഇനി ലാസ്റ്റ് ഫംഗ്ഷൻ കോളിനാണെന്നുണ്ടെങ്കിൽ ടൈംസെക് 3 എന്നാണ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നേരെ എച്ചിലേക്ക് പോകും. ബാക്കി എമ്മിനും എസ്സിനും അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിഫോൾട്ട് വാല്യൂ എന്താണോ അത് വെച്ചിട്ട് അവിടെ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ആണെങ്കിൽ നമുക്ക് ഫങ്ഷൻസിനെ എഴുതാൻ സാധിക്കും. അവിടെ ആ ഡെഫിനിഷനിൽ തന്നെ അതിനൊരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുക, അത്ര അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫങ്ഷൻസിനെ നമുക്ക് പല രീതിയിൽ കോൾ ചെയ്യാനും സാധിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നതാണ് മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആർഗ്യുമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ആർഗ്യുമെൻറ്റുകളെ എങ്ങനെയാണ് ഫംഗ്ഷൻ കോളിൽ നിന്ന് പാസ് ചെയ്യുന്നത് ഫംഗ്ഷനിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെ ആ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഡേറ്റയെ നമുക്ക് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതികളാണുള്ളത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പി, നമ്മുടെ കയ്യിലുള്ള ഡേറ്റയുടെ ഒരു കോപ്പി ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ ഡേറ്റ തന്നെ അങ്ങോട്ട് പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് C++ൽ ഇത് ഈ രണ്ട് മെത്തേഡ് നമ്മൾ രണ്ട് പേരിലാണ് പറയുന്നത്. കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡ്, രണ്ടാമത്തേത് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡുകൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനിലേക്ക് വാല്യൂ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈപ്പ് കോൾ ബൈ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. In this method, the value contained in the actual argument is passed to the formal argument. In other words, a copy of the actual argument is passed to the function. Hence, if the formal argument is modified within the function, the change is not reflected in the actual argument at the calling place. അതായത് ഇവിടെ നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് കോൾ ചെയ്യുന്ന സമയത്ത് ഈ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പ്രോഗ്രാമുകളൊക്കെ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തത്, കോൾ ബൈ വാല്യൂ എന്നുള്ളൊരു മെത്തേഡിലാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് ഈ ഫംഗ്ഷൻ കോളിങ്ങിൻ്റെ സമയത്ത് ഇവിടെ ഉപയോഗിക്കുന്ന ഈ ആർഗ്യുമെൻ്റാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി ആയിരിക്കും നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്, അതായത് ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 20 ആണ് അതിൻ്റെ വാല്യൂ. ഈ എക്സിന് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനകത്ത് 20 എന്നുള്ള വാല്യൂ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്, അതായത് ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ n എന്ന് പറയുന്നതിന് വേറൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയും അതിനകത്തേക്ക് ഈ 20 എന്ന് പറഞ്ഞ വാല്യൂ വരികയും ചെയ്യും. ഇനി നമ്മൾ ഈ എന്നിന് ഡിഫറെൻ്റ് ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും, എന്നിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തിയാലും അത് ആ കോപ്പിയിലായിരിക്കും സംഭവിക്കുന്നത്. ഇവിടെയുള്ള ഒറിജിനൽ
എക്സിന് അല്ലെങ്കിൽ ആ വേരിയബിളിന് അവിടെ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു ഫിഗർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത് കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20 എന്നുള്ള വാല്യൂ നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. ഇവിടെ വച്ച് അതിൻ്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്തു. ഈ 20 എന്നുള്ള ചേഞ്ച് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഫംഗ്ഷൻ കോൾ വരുന്നു, കൺട്രോൾ വരുന്നു. അതിനുശേഷം ഈ എന്നിലേക്ക് ആ 20 എന്നുള്ള വാല്യൂ കിട്ടുന്നു. n=n+1. അപ്പോൾ 20 എന്നുള്ളത് 21 ആകുന്നു. അതിവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. അതാണ് ഈ ഫംഗ്ഷനകത്ത് നടക്കുന്നത്. അതിനുശേഷം കൺട്രോൾ തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നിട്ട് ഇവിടെ എക്സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇത് എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുമ്പ് മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയി കഴിയുമ്പോൾ അവിടെ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാവും. അതിൻ്റെ വാല്യൂ 20, അതിനൊരു മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ n എന്ന് പറഞ്ഞതിന് വേറൊരു മെമ്മറി, ഒരു ഡിഫറെൻറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ കോളിന് മുമ്പ് എന്നിൽ വാല്യൂ ഒന്നുമില്ല. ഈ എക്സിൻ്റെ വാല്യൂ 20 എന്ന് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നുണ്ട്, അതവിടെ ഉണ്ടായിരിക്കും. ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ എക്സിൻ്റെ അകത്തുള്ള വാല്യൂ 20 അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ എൻ്റെ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലേക്ക് ഈ 20 എന്നുള്ള വാല്യൂവിൻ്റെ ഒരു കോപ്പി വരുന്നു. ഇനി ഈ എന്നിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ച് വരുത്തിയാലും അത് ഈ എക്സിൽ അത് അഫക്റ്റ് ആകുന്നില്ല. കാരണം ഇത് രണ്ടും രണ്ട് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻസ് ആണ്, രണ്ട് ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ ഞാനിവിടെ എന്നിൻ്റെ വാല്യൂ 21 എന്നാക്കിയാലും എക്സിനവിടെ ഒന്നും സംഭവിക്കില്ല. കാരണം ഒറിജിനൽ വാല്യൂവിൻ്റെ ഒരു കോപ്പിയാണ് നമ്മളിങ്ങോട്ട് പാസ് ചെയ്തത്. അപ്പോൾ ഫംഗ്ഷനിലുള്ള വേരിയബിളിനും മെയിൻ ഫംഗ്ഷനിലുള്ള വേരിയബിളിനും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അവിടെ കോൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി ആയിരിക്കും ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും ആക്ച്വൽ ആർഗ്യുമെൻറ്റിന് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു കോപ്പി പാസ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് നമ്മുടെ ഒറിജിനൽ വാല്യൂ ഏത് മെമ്മറി ലൊക്കേഷനിലാണോ സേവ് ചെയ്തേക്കുന്നത് അതിൻ്റെ മെമ്മറി അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അതായത് ഒറിജിനൽ വാല്യൂവിൻ്റെ കോപ്പി ആയിരിക്കില്ല പാസ് ചെയ്യുന്നത്. നമ്മുടെ ഒറിജിനൽ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെമ്മറി ലൊക്കേഷൻ അതായിരിക്കും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്, ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. When an argument is passed by reference, the reference of the actual argument is passed to the function. As a result, memory location allocated to the actual argument will be shared by the formal argument. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കോളിൽ ഉപയോഗിക്കുന്ന ആക്ച്വൽ ആർഗ്യുമെൻറ്റിനും ഫംഗ്ഷൻ ഡെഫിനിഷനുള്ള ഫോർമൽ ആർഗ്യുമെൻറ്റും ഒരേ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. So if the formal argument is modified within the function, the change will be reflected in the actual argument at calling place. അപ്പോൾ നമ്മളവിടെ എന്ത് ചേഞ്ച് വരുത്തിയാലും ആ സെയിം കാര്യത്തിന് തന്നെയാണ് മാറ്റം വരുത്തുന്നത്. അപ്പോൾ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ ചേഞ്ച് വരുത്തിയാൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിലും അതേ ചേഞ്ച് സംഭവിക്കുന്നു. In C++, to pass an argument by reference, we use the reference variable as formal parameter. A reference variable is an alias name of another variable. And ആംബർസാൻഡ് സിമ്പിൾ, അതായത് ആൻഡ് എന്ന് പറഞ്ഞ സിമ്പിളാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഡാറ്റ ടൈപ്പ് ആൻഡ് ദ വേരിയബിൾ ഇൻ ദ ഫംഗ്ഷൻ ഹെഡർ. അതായത് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുന്ന സമയത്ത് ആർഗ്യുമെൻറ്റിൻ്റെ അവിടെ ഈ ഒരു ആംബർസാൻഡ് ചിഹ്നോട് ചേർത്തായിരിക്കും നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ് കൊടുക്കുക. റഫറൻസ് വേരിയബിൾസ് വിൽ നോട്ട് ബി അലോക്കേറ്റഡ് ഇൻ മെമ്മറി എക്സ്ക്ലൂസീവ്ലി ലൈക്ക് അതർ വേരിയബിൾസ്. ഇൻസ്റ്റെഡ് ഇറ്റ് വിൽ ഷെയർ ദ മെമ്മറി അലോക്കേറ്റഡ് ടു ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് കോപ്പിയൊന്നും അല്ല പാസ് ചെയ്യുന്നത്, ഒറിജിനൽ ആർഗ്യുമെൻറ്റ് അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് വേറൊരു മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യുന്നില്ല, ഉള്ള മെമ്മറി തന്നെ ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും കൂടി ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ആ സെയിം എക്സാമ്പിൾ തന്നെ നോക്കുക എങ്ങനെയാണ് അതിനെ നമ്മൾ മാറ്റുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ തന്നെ ചേഞ്ച് ഉണ്ട്. ഈ ഫംഗ്ഷൻ ഹെഡറിൽ സാധാരണ നമ്മൾ എഴുതുമ്പോൾ ഇൻറ്റ് n എന്നാണ് എഴുതുള്ളൂ. ഇവിടെ ഇത് കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ആംബർസാൻഡ് സിമ്പിൾ കൂടി ഇതിനിടയ്ക്ക് ഉപയോഗിച്ചു. ബാക്കി ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. എന്നിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുന്നു, n പ്രിൻറ്റ് ചെയ്യുന്നു. ഇവിടെ ആകെ വന്നേക്കുന്ന ചേഞ്ച് ഇത് മാത്രമാണ്. അപ്പോൾ ഇവിടെ ആംബർസാൻഡ് n കൊടുക്കുമ്പോൾ നമ്മൾ ആ കോൾ ചെയ്യുന്ന മെയിൻ ഫംഗ്ഷനിൽ നിന്ന് പാസ് ചെയ്യുന്ന എന്താണോ അതിൻ്റെ
മെമ്മറി അഡ്രസ്സ് ആയിരിക്കും ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ മെമ്മറിയിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫംഗ്ഷൻ കോളിൽ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. മെയിൻ ഫംഗ്ഷനിലും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ചേഞ്ച് ഓഫ് എക്സ് എന്ന് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഇത് നേരെ ഈ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ മെമ്മറി അഡ്രസ്സ്, ആ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയായിരിക്കില്ല അവിടെ ചെയ്യുന്നത്. അപ്പോൾ n എന്ന് പറഞ്ഞാലും ഇവിടെ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞാലും പോയിൻ്റ് ചെയ്യുന്നത് ഒരേ മെമ്മറി ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്നിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും അതിനകത്തുള്ള വാല്യൂ മാറും. അപ്പോൾ നമ്മളിനി എക്സ് പ്രിൻ്റ് ചെയ്യിച്ചാലും ആ സെയിം വാല്യൂ തന്നെയായിരിക്കും കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ കോൾ ബൈ റെഫറൻസ് ഉപയോഗിക്കണമെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഹെഡറിൽ ആംപർസാൻഡ് സിമ്പിൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഫംഗ്ഷൻ കോളിൽ നിന്ന് വരുന്ന ആ വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സ് ആയിരിക്കും അവിടെ എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ കോൾ ബൈ റെഫറൻസ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഈ ഫംഗ്ഷൻ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷനായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രൊസീജിയർ. ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ മെയിൻ ഫംഗ്ഷനും കാണിച്ചിട്ടുണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിനകത്തുള്ള വേരിയബിൾ എക്സ് അതിൻ്റെ വാല്യൂ 20 എന്ന് കാണിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ വേറെ കോപ്പി ഒന്നും പാസ് ചെയ്യുന്നില്ല, ഈ ഇതിൻ്റെ അഡ്രസ്സ് അതായത് എക്സിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ എന്നിലേക്ക് കിട്ടുന്നത് എക്സിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഫലത്തിൽ ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളും എൻ എന്ന് പറഞ്ഞ വേരിയബിളും പോയിൻ്റ് ചെയ്യുന്നത് ഒരേ മെമ്മറി ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാലും ഇതേ ലൊക്കേഷൻ ആയിരിക്കും, എൻ എന്ന് പറഞ്ഞാലും ഇതേ ലൊക്കേഷൻ തന്നെ ആയിരിക്കും. കാരണം ഈ ആംപർസാൻഡ് സിമ്പിൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും അവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്നിൽ n++ എന്ന് കൊടുത്താൽ ഇത് പോയിൻ്റ് ചെയ്യുന്നത് ഇതേ മെമ്മറി ലൊക്കേഷനിൽ തന്നെ ആയതുകൊണ്ട് ഇതിനകത്തുള്ള വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ n പ്രിൻ്റ് ചെയ്യിച്ചാലും 21 എന്നായിരിക്കും വരുന്നത്, എക്സ് പ്രിൻ്റ് ചെയ്യിച്ചാലും 21 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒറിജിനൽ ഡേറ്റയെ തന്നെയാണ് അവിടെ ചേഞ്ച് വരുത്തുന്നത്. ഇതിനെയാണ് കോൾ ബൈ റെഫറൻസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ അത് ഫലത്തിൽ വരുമ്പോൾ നല്ല രീതിയിൽ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. അതായത് ഒരു ആംപർസാൻഡ് സിമ്പിൾ അഡീഷണൽ കൊടുക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷേ അത് ശരിക്കും എൻ്റയർലി രണ്ട് കാര്യമായിട്ടാണ് വരുന്നത്. ഒരെണ്ണത്തിൽ നമ്മളതിൻ്റെ കോപ്പി പാസ് ചെയ്യുന്നു, ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ഇവിടെ എക്സ്ക്ലൂസീവ് മെമ്മറി ലൊക്കേഷൻ ഉണ്ടായിരിക്കും. അതേസമയം രണ്ടാമത്തേതിലാണെങ്കിൽ ഇത് രണ്ടും പോയിൻ്റ് ചെയ്യുന്നത് ഒരേ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ഇതാണ് ഈ രണ്ട് മെത്തേഡുകളും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഓരോ പോയിൻ്റ് ആയിട്ട് ഒരു ടേബിളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കോൾ ബൈ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ പോയിന്റുകളൊക്കെ നോക്കാം. ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. Actual parameters may be constants, variables or expressions. The change made in the formal arguments do not reflect in actual arguments. Exclusive memory allocation is required for the formal arguments. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി കോൾ ബൈ റെഫറൻസിലാകുമ്പോൾ റെഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. അതായത് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ ആംപർസാൻഡും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. ഒരു സാധാരണ വേരിയബിൾ അല്ല അവിടെ കൊടുക്കുന്നത്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് വിൽ ബി വേരിയബിൾസ് ഓൺലി. The change made in the formal arguments do reflect in actual arguments. അതായത് നമ്മളവിടെ ചേഞ്ച് വരുത്തിയാൽ അതേ ചേഞ്ച് തന്നെ ഇപ്പുറത്തും ഉണ്ടായിരിക്കും. അവിടെ എക്സ്ക്ലൂസീവ് ആയിട്ട് വേറെ മെമ്മറി ഒന്നും അലോക്കേറ്റ് ചെയ്യുന്നില്ല, ഉള്ള മെമ്മറി അവിടെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാവാനായിട്ട് വേറൊരു എക്സാമ്പിളും കൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടു സ്വാപ്പ് ദ വാല്യൂസ് ഓഫ് 2 വേരിയബിൾസ്. അപ്പോൾ ഇത് കോൾ ബൈ റെഫറൻസ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. അതായത് രണ്ട് വേരിയബിളിൻ്റെ വാല്യൂ സ്വാപ്പ് ചെയ്യുക, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അതിനുള്ളൊരു പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നമ്മുടെ ഹെഡർ ഫയൽ നെയിം സ്പേസ് ഉണ്ട്, അതിനുശേഷം ആദ്യം നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, അതായത് സ്വാപ്പ് ചെയ്യാനായിട്ടൊരു ഫംഗ്ഷൻ നമ്മൾ എഴുതി, വോയിഡ് സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അതിനുശേഷം നമ്മുടെ മെയിൻ ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ അവിടെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ട് ടൈപ്പ് വോയിഡ് എന്ന് കൊടുത്തു. ഇതിൻ്റെ ഫംഗ്ഷൻ്റെ പേര് എന്ന് പറയുന്നത് സ്വാപ്പ് എന്നാണ്. രണ്ട് ആർഗ്യുമെൻറ്റ്സ്, രണ്ട് റെഫറൻസ് വേരിയബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ്റെ ആംപർസാൻഡ് എക്സ്, ഇൻ്റെ ആംപർസാൻഡ് വൈ. അതായത് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് വരുന്ന വേരിയബിളുകളുടെ മെമ്മറി അഡ്രസ്സ്, ആ ലൊക്കേഷൻ ആയിരിക്കും അവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് സ്വാപ്പ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി വേരിയബിൾ ഉപയോഗിച്ചിട്ടുണ്ട്, ടി. അപ്പോൾ ഈ ടിയിലേക്ക് നമ്മൾ ആദ്യം എക്സിലെ വാല്യൂ എടുത്ത് വയ്ക്കുന്നു, അതിനുശേഷം എക്സിലേക്ക് വൈയുടെ വാല്യൂ വയ്ക്കുന്നു, വൈയിലേക്ക് ടിയുടെ വാല്യൂ വയ്ക്കുന്നു.
അതൊരു ടെമ്പററി വേരിയബിളും കൂടെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ ജസ്റ്റ് സ്വാപ്പ് ചെയ്യിക്കുന്നു. അത്ര ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനകത്ത്. ഇത് സിമ്പിളാണ്. ഒരു ടെമ്പററി വേരിയബിളിലേക്ക് ആദ്യം എക്സ് എടുത്ത് വെച്ചു, എക്സിലേക്ക് വൈ എടുത്ത് വെച്ചു, ഇനി വൈയിലേക്ക് നേരത്തെ ഇങ്ങോട്ട് മാറ്റി വെച്ച് എക്സിൻ്റെ വാല്യൂ കൊടുത്തു. ഇനി മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ഇവിടെ എം എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ് കൊടുത്തു, അതിന് വാല്യൂ ഇവിടെ ഡയറക്റ്റായിട്ട് കൊടുത്തു. ദെൻ സ്വാപ്പ് ചെയ്യുന്നതിന് മുമ്പ് എമ്മിൻ്റെ വാല്യൂയും എന്നിൻ്റെ വാല്യൂയും പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. അതിനുശേഷം ഫംഗ്ഷനെ കോൾ ചെയ്തു, സ്വാപ്പ് എം കോമ എൻ. അപ്പോൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിയുമ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ എമ്മിൻ്റെ മെമ്മറി അഡ്രസ്സ് എന്താണോ അതായിരിക്കും ഇവിടെ ആമ്പർസാൻഡ് എക്സ് എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്നത്. അപ്പോൾ എം എന്ന് പറഞ്ഞാലും എക്സ് എന്ന് പറഞ്ഞാലും പോയിൻ്റ് ചെയ്യുന്നത് ഒരേ മെമ്മറി ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും. ഇനി ഈ എന്നിൻ്റെ അഡ്രസ്സ് ലൊക്കേഷൻ ആയിരിക്കും ഈ ആമ്പർസാൻഡ് വൈയിലേക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ എന്ന് പറഞ്ഞാലും വൈ എന്ന് പറഞ്ഞാലും സെയിം മെമ്മറി ലൊക്കേഷനെ തന്നെയായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ആ വാല്യൂ, അതായത് എക്സിൻ്റെ വാല്യൂ 10 എന്നുള്ളത് 20 ആവും, വൈയുടെ വാല്യൂ നേരെ തിരിച്ച് 10 ആവും. അതിനുശേഷം ഈ ഫംഗ്ഷൻ കൺട്രോൾ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെ വീണ്ടും ആഫ്റ്റർ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്ത് എം പോയിൻ്റ് ചെയ്യുന്നത് എക്സിലേക്കായിരിക്കും, എൻ എന്ന് പറയുന്നത് വൈയിലേക്കായിരിക്കും. കാരണം അവിടെ ഒരേ മെമ്മറി ലൊക്കേഷനിലേക്കാണ് ഈ വേരിയബിളുകൾ പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നേരെ നമുക്ക് നേരെ തിരിച്ചുള്ള വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് സിമ്പിളാണ്, കാരണം ഈ കോൾ ബൈ റെഫറൻസ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന വേരിയബിളിൻ്റെ, അതിപ്പോൾ എം എൻ ആണെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സുകളായിരിക്കും ഇവിടെ കിട്ടുന്നത്, അതിലേക്ക് തന്നെയായിരിക്കും എക്സും വൈയും പോയിൻ്റ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ ഇത് തമ്മിലുള്ള വ്യത്യാസം. മറ്റേതാണെങ്കിൽ ഒരു കോപ്പി ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സ്വാപ്പ് ചെയ്താൽ പോലും വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല, കാരണം ഈ ഫംഗ്ഷനകത്ത് വെച്ചാണ് ആ കാര്യങ്ങളൊക്കെ സ്വാപ്പിംഗ് ഒക്കെ നടന്നു പോയിരിക്കുന്നത്. ഇവിടെയുള്ള ആക്ച്വൽ ആർഗ്യുമെൻറ്റുകൾക്ക് ഒരു വ്യത്യാസം അവിടെ സംഭവിക്കില്ല, കോൾ ബൈ വാല്യൂ ആണെങ്കിൽ. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ്. നമ്മൾ ഓൾറെഡി പലതരത്തിലുള്ള ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ വേരിയബിൾ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഈ തരത്തിലുള്ള ഫങ്ഷൻസിൻ്റെയൊക്കെ അവൈലബിലിറ്റി, അതിൻ്റെയൊക്കെ ആക്സസിബിലിറ്റി ഒരു ത്രൂ ഔട്ട് പ്രോഗ്രാമിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. The concept of availability or accessibility of variables and functions is termed as their scope and lifetime. അപ്പോൾ ആ ഫങ്ഷൻസിൻ്റെയൊക്കെ അവൈലബിലിറ്റി, നമുക്കതിനെ ഉപയോഗിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ലൈഫ് ടൈം എന്ന് പറയുന്നത്. സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം എന്ന് പറയുന്നത്, സ്കോപ്പ് ഓഫ് എ വേരിയബിൾ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. അപ്പോൾ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രാമിൽ അത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിനാണ് നമ്മളതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ സ്കോപ്പ് രണ്ട് തരത്തിലുണ്ട്, ലോക്കലും ഗ്ലോബലും. അപ്പോൾ അതിവിടെ കാണിച്ചിട്ടുണ്ട്, ലോക്കൽ സ്കോപ്പും അതുപോലെ തന്നെ ഗ്ലോബൽ സ്കോപ്പും. അപ്പോൾ അതെന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഇൻഡ് ക്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എൻ എന്ന് പറഞ്ഞൊരു വേരിയബിളും അതുപോലെ തന്നെ സി ബി എന്ന് പറഞ്ഞൊരു വേരിയബിളുമാണ് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ, ഈ ഫംഗ്ഷനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ രണ്ട് വേരിയബിൾസ് നമുക്ക് ഈ ഫംഗ്ഷനകത്ത് മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, ഈ ഫംഗ്ഷന് പുറത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഈ രണ്ട് വേരിയബിളുകളാണ് ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷനകത്ത് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ മെയിൻ ഫംഗ്ഷനകത്താണ്. ഇവിടെയാണ് നമ്മൾ ഇൻഡെക്സ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പണിങ്ങും ഇതിൻ്റെ ഈ ക്ലോസിങ്ങും, ഇതിനകത്ത് മാത്രമായിരിക്കും നമുക്ക് ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ എക്സ് ഡിക്ലെയർ ചെയ്യാതെ, വേറെ ഈ ഫംഗ്ഷനകത്ത് ഡിക്ലെയർ ചെയ്യാതെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ എറർ വരും, കാരണം ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. ഇത് ഡിക്ലെയർ ചെയ്തേക്കുന്ന ഏത് ഫംഗ്ഷനാണോ ആ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സ്കോപ്പ്, അല്ലെങ്കിൽ അതിനകത്താണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി വേറൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ സി ബി എന്ന് പറഞ്ഞൊരു വേരിയബിൾ.
ഈ വേരിയബിൾ ഈ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഈ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ സി ബി എന്ന് പറഞ്ഞ വേരിയബിൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിങ്ങിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഫംഗ്ഷനകത്ത് മാത്രമാണ് ഈ സി ബി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ സി ബി എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിൾ ഇവിടെ നമ്മൾ ഈ മെയിൻ ഫംഗ്ഷനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അവിടെ എറർ വരും, കാരണം ഇത് മറ്റൊരു ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ സി ബി എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ വേരിയബിളാണ്. ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഒരു ലോക്കൽ വേരിയബിളാണ്, കാരണം ഇതിൻ്റെ ഉള്ളിലാണ് എക്സ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ ലോക്കൽ വേരിയബിൾ, അതായത് ഇതിനകത്ത് മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, ഈ ലൊക്കാലിറ്റിയിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സി ബി എന്ന് പറയുന്നത് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ ലോക്കൽ വേരിയബിളാണ്, ഇതിനകത്ത് മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്താണ് ഗ്ലോബൽ വേരിയബിൾ എന്നുള്ളത് നമുക്ക് ഈ എക്സാമ്പിളിനകത്ത് നോക്കാം. ഇപ്പോൾ ഈ ഇൻറ്റ് സി ബി എന്ന് പറഞ്ഞ വേരിയബിൾ, ഈ വേരിയബിൾ കൊടുത്തിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ്റെയും ഉള്ളിലല്ല, എല്ലാ ഫംഗ്ഷൻസിൻ്റെയും പുറത്താണ്. ഇവിടെ നമുക്ക് നോക്കിയറിയാം, വോയിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്, ദെൻ നമ്മുടെ മെയിൻ ഫംഗ്ഷനുണ്ട്, അതുപോലെ തന്നെ ഇൻറ്റ് ക്യൂബ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്. ഈ എല്ലാ ഫംഗ്ഷൻസിൻ്റെയും പുറത്താണ് സി ബി എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വേരിയബിൾ ഒരു ഗ്ലോബൽ വേരിയബിളാണെന്ന് നമുക്ക് പറയാം. ഈ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ വേരിയബിളിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഫങ്ഷൻസിൻ്റെ കേസിലും ഇതുപോലെ തന്നെയുണ്ട്, ലോക്കൽ ഫംഗ്ഷനും ഗ്ലോബൽ ഫംഗ്ഷനും. അത് ഈ പറഞ്ഞ പോലെയാണ്. അതായത് ഒരു ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് വേറൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്കതിനൊരു ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി അഥവാ ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലല്ലാതെ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഗ്ലോബൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഡെഫിനിഷനായിട്ട് ഇവിടെ ഉണ്ട്, എ ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിക്ലെയർഡ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ ബോഡി ഓഫ് അനദർ ഫംഗ്ഷൻ ഈസ് കോൾഡ് എ ലോക്കൽ ഫംഗ്ഷൻ as it can be used within that function only. A function declared outside the function body of any other functions is called a global function. A global function can be used throughout the program. In other words, the scope of a global function is the entire program, and the local function is only the function where it is declared. ഈ പ്രോഗ്രാമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വേരിയബിളാണ്. ഇനി ഈ വോയിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷൻ്റെയും ഉള്ളിലല്ല നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, അല്ല ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഗ്ലോബൽ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനെ ആർക്ക് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്യൂബ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഇൻറ്റ് ക്യൂബ് ഇൻറ്റ് എൻ. അപ്പോൾ അതുകൊണ്ട് ഈ ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ലോക്കൽ ഫംഗ്ഷനാണ്. ഈ ക്യൂബ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ടെസ്റ്റിനകത്ത് നിന്ന് മാത്രമായിരിക്കും നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കൂ, മെയിൻ ഫംഗ്ഷനകത്ത് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ക്യൂബ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഇവിടെ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ കോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ക്യൂബ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ഇൻവാലിഡ് കോളാണ്, കാരണം ഈ ക്യൂബ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലായിപ്പോയി അതിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷന് മാത്രമായിരിക്കും ക്യൂബ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ആക്സസ് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. അത് ഇതിൻ്റെ ഒരു ലോക്കൽ ഫംഗ്ഷനാണ്. ഇനി ഇവിടെ വേറെ ഓരോ ലൈനിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സി ബി സി കളുടെ ക്യൂബ് ഓഫ് എക്സ് അത് ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ എവിടെയാണ് ഡിക്ലെയർ ചെയ്തതെന്ന് നോക്കുക. എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ എക്സ് എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ ഒരു ലോക്കൽ വേരിയബിളാണ്. ഇതിനെ ഇവിടെ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആ എക്സ് നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണിത് ഇൻവാലിഡ് ആയത്. ഇനി മെയിൻ ഫംഗ്ഷനകത്ത് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഇതെന്ന് പറഞ്ഞത് വാലിഡാണ്, കാരണം ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വേറെ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലല്ല ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഗ്ലോബലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റിനെ നമുക്ക് ഇവിടുന്ന് കോൾ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇനി സി ബി ഇസ് ഈക്വൽ ടു ക്യൂബ് എക്സ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ക്യൂബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ടെസ്റ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് മാത്രമാണ് അതിനെ കോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മെയിൻ ഫംഗ്ഷനിൽ നിന്ന് അതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല.
ഇനി ഇവിടെയും ഉണ്ട് ഈ VAL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ വേരിയബിളാണ്, അതവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് അവിടെ എറർ അടിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്കോപ്പ് ആൻഡ് ലൈഫിൽ പറയാനുള്ളത്. അത് വേരിയബിൾസിൻ്റെയും ഫംഗ്ഷൻ്റെയും ലോക്കലും ഗ്ലോബൽ സ്കോപ്പുകളും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ടേബിളിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് ലോക്കൽ, എന്താണ് ഗ്ലോബൽ എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഈ ടേബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ C++ൻ്റെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് C++ൻ്റെ ഒരു ഭാഗം ഇവിടെ സെക്കൻഡ് ഇയറിൽ നമ്മൾ തീരുകയാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെയാണ്. HTML, JavaScript, ഡാറ്റാബേസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്.